മന്ത്രിമാരെ നിലയ്ക്ക് നിർത്താൻ ലീഗ് വീഴ്ച ചർച്ച ചെയ്യാൻ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി തങ്ങൾ മന്ത്രിമാരുടെ യോഗം വിളിച്ചു. നാളെ രാവിലെ 9-ന് പാണക്കാടാണ് യോഗം ചേരുന്നത്. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നുണ്ട്. ശിവദാസ്, എന്തിനു വേണ്ടിയാണ് ഈ യോഗം? കാരണം നേരത്തെ ഈ സംസ്ഥാനത്തെ UDF മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലൊക്കെ മുഴുവൻ ജമാഅത്തെ ഇസ്ലാമിക്കാരാണ് എന്നുള്ള വിമർശനങ്ങളൊക്കെ വന്നിരുന്നു. അന്ന് അതിനെതിരെ വലിയ രീതിയിലുള്ള നിലപാടുകൾ സമസ്തയടക്കമുള്ള സംഘടനകളും തീരുമാനിച്ചതാണ്. ഇപ്പോൾ എന്തിനാണ് ഇത്തരമൊരു യോഗം? എന്താണ് ലീഗ് ഉദ്ദേശിക്കുന്നത്? പ്രജിത്തെ, പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളാണ് ഇത്തരത്തിൽ ഒരു യോഗം വിളിച്ചിരിക്കുന്നത്. അതായത് മുസ്ലിം ലീഗ് മന്ത്രിമാർക്കാണ് യോഗം വിളിച്ചിരിക്കുന്നത്. പാണക്കാട് ആണ് യോഗം. അതായത് മുസ്ലിം ലീഗ് മന്ത്രിമാർക്കെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമൊക്കെ ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അവരുടെ യുവജന സംഘടനകൾ ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള എതിർപ്പുമായി രംഗത്ത് വന്നിരുന്നു. MSF മന്ത്രിമാർക്കെതിരെ പ്രമേയം അവതരിപ്പിച്ചു. അതോടൊപ്പം തന്നെ യൂത്ത് ലീഗും പരസ്യമായി തന്നെ ജനം ടിവിയോട് അടക്കം പരസ്യമായി തന്നെ കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. കാരണം മുസ്ലിം ലീഗിന്റെ മന്ത്രിമാർ പലപ്പോഴും ഏകപക്ഷീയമായ തീരുമാനങ്ങളാണ് എടുക്കുന്നത്. സ്വജനപക്ഷപാതം ആണ് അവർ നടപ്പാക്കുന്ന ഒരു പ്രധാനപ്പെട്ട നയം. അതോടൊപ്പം തന്നെ അവരുടെ പേഴ്സണൽ സ്റ്റാഫുകളിൽ അവർക്ക് തന്നിഷ്ടപ്രകാരമുള്ള ആളുകളെയാണ് അവർ നിയമിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെ തന്നെ അവരുടെ യുവജന സംഘടനകൾ കൃത്യമായി തന്നെ പരസ്യമായി തന്നെ പറഞ്ഞിരുന്നു. ഇങ്ങനെ ഇത് ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതായത് മുസ്ലിം ലീഗ് മന്ത്രിമാർക്കെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വലിയ രീതിയിലുള്ള വിമർശനം ഉയരുന്നുണ്ട്. പാർട്ടിയുടെ നിലപാട് അനുസരിച്ചല്ല അവർ മുന്നോട്ട് പോകുന്നത്. PM ശ്രീ പദ്ധതിയിൽ കൃത്യമായ ഒരു നിലപാട് മന്ത്രിമാർ എടുക്കുന്നില്ല. അതോടൊപ്പം തന്നെ മറ്റു പല വിഷയങ്ങളിലും പാർട്ടിയുടെ ഒരു നിലപാട് സ്വീകരിച്ചല്ല മന്ത്രിമാർ മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഒരു എതിർപ്പൊക്കെ തന്നെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഒക്കെ തന്നെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ തന്നെ ഇത്തരത്തിൽ ഒരു യോഗം വിളിച്ചിരിക്കുന്നത്. മുസ്ലിം ലീഗ് മന്ത്രിമാർക്ക് ചായ സൽക്കാരം എന്നുള്ള ഒരു പേരിലാണ് ഇപ്പോൾ ഒരു യോഗം വിളിച്ചിരിക്കുന്നത്. അതായത് അവർക്ക് ഒരു വിരുന്ന് നൽകുക എന്ന പേര്. എന്തായാലും മന്ത്രിമാർക്ക് ചായ സൽക്കാരം നടത്താൻ നാളെ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ യോഗം വിളിച്ചിരിക്കുകയാണ്. അതിൽ എന്തൊക്കെ തരത്തിലുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത് എന്നതെല്ലാം കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു.